നമസ്കാരം. യുദ്ധമോ ബുദ്ധനോ എന്നൊരു ചോദ്യം ലോകത്തിൽ യുദ്ധം നടക്കുന്നിടത്തൊക്കെ ഉയരാറുണ്ട്. പ്രത്യേകിച്ചും ഭാരതീയമായ സംസ്കാരത്തിൽ എപ്പോഴും സമാധാനത്തിൻ്റെ പര്യായമാണ് ശ്രീബുദ്ധൻ. അതുകൊണ്ട് യുദ്ധത്തിന് ബദലായി എപ്പോഴും ഉയർത്തിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് ബുദ്ധൻ. ബുദ്ധ പൗർണമിയായിരുന്നു കഴിഞ്ഞ ദിവസം. വൈശാഖ പൗർണമി എന്ന് പറയും. വൈശാഖ പൗർണമി എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ജന്മദിനമാണ്. നമ്മുടെ കലണ്ടർ കണക്ക് പറയുന്നത്, നമ്മുടെ പഞ്ചാംഗ കണക്ക് പറയുന്നത് 2569 ബുദ്ധ പൗർണമിയാണ് കഴിഞ്ഞ ദിവസം ഈ 12-ാം തീയതി, മെയ് 12-ാം തീയതി ആഘോഷിച്ചത്. ഇന്ത്യയിലും നേപ്പാളിലും തിബറ്റിലും അതുപോലെ ശ്രീലങ്കയിലും ജപ്പാനിൽ വരെ ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളിൽ ബുദ്ധ പൗർണമി വലിയ തോതിൽ ആചരിക്കുകയുണ്ടായി. ഈ സമയത്ത് ഇന്ത്യയിൽ യുദ്ധം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞ സമയമാണ്. പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ കയറിയിട്ട് 26 പാവങ്ങളായ ടൂറിസ്റ്റുകളെ കൊന്നതിൻ്റെ തിരിച്ചടി എന്ന മട്ടിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ പട്ടാളം കൃത്യമായി പറഞ്ഞുകൊണ്ട് പകൽവെട്ടത്തിൽ പോയി ആക്രമിച്ചതിൻ്റെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷഭരിതമായൊരു യുദ്ധ സാഹചര്യം ഉടലെടുത്ത സമയത്താണ് വീണ്ടും ബുദ്ധൻ ഉയർന്നു വരുന്നത്. ആ സമയത്താണ് ഇന്ത്യയിലും ബുദ്ധ പൗർണമി ആഘോഷം ആരും മാറ്റിവെച്ചില്ല. കാരണം യുദ്ധം വന്നാലും സമാധാനം വന്നാലും ബുദ്ധനെ മറക്കാനാവില്ല. ബുദ്ധൻ ഇന്ത്യയുടെ സംസ്കാരത്തിൽ അത്രയേറെ കലർന്ന ഒരാളാണ്. ഇന്ത്യൻ സംസ്കാരത്തോടൊപ്പം ബുദ്ധനുണ്ട്, ബുദ്ധൻ്റെ ഓർമ്മയുണ്ട്, ബുദ്ധൻ്റെ വികാരമുണ്ട്, ബുദ്ധൻ്റെ സംസ്കാരമുണ്ട്, ബുദ്ധൻ്റെ ചിന്തയുണ്ട്, ബുദ്ധൻ്റെ സമാധാനമുണ്ട്, ബുദ്ധൻ്റെ ധർമ്മമുണ്ട്, ബുദ്ധൻ്റെ സത്യമുണ്ട്. അതുകൊണ്ട് 2569 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ബുദ്ധ പൗർണമിയുടെ 2569 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര കാലം വരും? ഇപ്പോൾ നമ്മൾ 2025 എത്തിയിട്ടുള്ളൂ. 2025 കൊല്ലം മാത്രമല്ല, 2025 പുറകോട്ട് പോയിട്ട് ഏതാണ്ട് BC 544 വരും. BC 544 ബുദ്ധൻ ജനിച്ച കൊല്ലം ആണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് ഒരു ധാരണ അങ്ങനെയാണ്. BC 544 തൊട്ട് കഴിഞ്ഞ 2569 കൊല്ലമായി ബുദ്ധനെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് യുദ്ധകാലത്ത് നമ്മൾ ഈ ചോദ്യം ചോദിച്ചു, ഏതാണ്, ബുദ്ധനാണോ യുദ്ധമാണോ? ഈ ചോദ്യം പതുക്കെ വളരെ ഉച്ചത്തിൽ ഉയർത്തിയ ഒരാൾ ആദരണീയനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയാണ്. അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹം തീർച്ചയായിട്ടും കർണാടകക്കാരനാണ്. കർണാടകയിലെ കൽബുർഗി മറ്റൊരിക്കൽ കൂടി നമ്മൾ കേട്ടു. MM കൽബുർഗി സമീപകാലത്ത് കൊല്ലപ്പെട്ട ഒരാളുടെ പേരാണ്. മനുഷ്യൻ്റെ യുക്തിചിന്തക്കും മതേതരമായ വിശ്വാസങ്ങൾക്കും വേണ്ടി നിലയുറപ്പിക്കുകയും അത്തരമൊരു പോരാട്ടത്തിൽ യുക്തിവാദിയായ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് കൽബുർഗി. MM കൽബുർഗിയുടെ നാട്ടിലാണ് ഈ തവണ ബുദ്ധ പൗർണമിക്ക് മല്ലികാർജുൻ ഖാർഗെ പങ്കെടുത്തത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഈ ചോദ്യം ചോദിച്ചു, യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിൽ വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി അദ്ദേഹം വരുത്തി. യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യം എപ്പോഴും ചോദിക്കാവുന്നതാണ്. അത് ലോകം മുഴുവൻ ഉയരുന്ന ചോദ്യമാണ്. ഈ യുദ്ധം ഇങ്ങനെ ലോകം അദ്ദേഹത്തെ ലോകം മുഴുവൻ ബുദ്ധനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ബുദ്ധന് വേണ്ടത്ര സ്വീകാര്യത ഉണ്ടായിട്ടില്ല. ബുദ്ധൻ ഒരു കാലത്ത് ഇന്ത്യയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നും ഇന്ത്യൻ ചക്രവർത്തിമാർ വരെ, അശോകനെ പോലുള്ള വലിയ ചക്രവർത്തിമാർ വരെ ബുദ്ധൻ്റെ വിശ്വാസികളും പ്രചാരകരുമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പിൽക്കാലത്ത് ഈ ആര്യൻ അധിനിവേശം വന്നിട്ടാണ് ബുദ്ധൻ്റെ സ്വാധീനത്തെ കുറച്ചത് എന്നും പിന്നീടാണ് ബുദ്ധൻ പതുക്കെ ബുദ്ധനും കൂട്ടരും ഒരു പാർശ്വത്തിലേക്ക് മാറിപ്പോയതും നമ്മുടെ ഇന്ത്യൻ സംസ്കാരം മറ്റൊരു വഴിക്കായി തീർന്നതും എന്നൊക്കെ നമ്മുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഈ ബുദ്ധനെ ഇപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ബുദ്ധനെ ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിൽ ബുദ്ധനെ അവഗണിക്കുന്നത് ഇന്ത്യയാണ് എന്നൊക്കെ ഖാർഗെ പറയുകയുണ്ടായി. പക്ഷേ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു, യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യം എപ്പോഴും പ്രസക്തമാണെങ്കിലും അതിൻ്റെ ഉത്തരം എപ്പോഴും ഒന്നായിക്കൊള്ളണമെന്നില്ല. ചില നേരങ്ങളിൽ രാജ്യം മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. സമാധാന ചിന്ത നിലനിൽക്കണമെങ്കിൽ, സമാധാനത്തിന് അധിഷ്ഠിതമായൊരു ഭരണഘടന നിലനിൽക്കണമെങ്കിൽ, മതങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ആയിരക്കണക്കിന് വിശ്വാസങ്ങൾ നിലനിൽക്കണമെങ്കിൽ, അത് നിലനിർത്താൻ ആവശ്യമായൊരു മതേതര ചിന്ത ഉണ്ടാകണമെങ്കിൽ, മതേതര ചിന്തയെ നിലനിർത്തുന്ന ഒരു ഭരണഘടന ഉണ്ടാവണമെങ്കിൽ എല്ലാത്തിനും ആദ്യം വേണ്ടത് ഒരു രാജ്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും പ്രധാനമാണ് രാജ്യത്തിൻ്റെ സുരക്ഷ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം നടക്കുന്ന സമയമാണിത്.
ഈ സമയത്ത് യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യത്തിന് മുമ്പിൽ രണ്ടാമത് ഒരു ഉത്തരമില്ല. യുദ്ധം തന്നെയാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാം മറന്ന്, എല്ലാ വിഭാഗീയതയും മറന്ന്, ഒരു വേള ബുദ്ധൻ്റെ ചിന്തകളെപ്പോലും മാറ്റിവെച്ച് യുദ്ധത്തിന് വേണ്ടി, രാജ്യം നടത്തുന്ന യുദ്ധത്തോടൊപ്പം നിൽക്കുകയാണ് നമ്മുടെ വഴി. അതാണ് നമ്മൾ അനിവാര്യമായി അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ഒരു വളരെ 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 സുചിന്തിതമായ, വളരെ സുവ്യക്തമായ ഒരു ധാരണയോടെ ഉള്ള നിലപാട് ഈ സന്ദർഭത്തിൽ എനിക്ക് വലിയ കൗതുകം തോന്നി. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ എപ്പോഴും ഇന്ത്യയുടെ ഭരണകക്ഷിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ യുദ്ധകാലത്ത് ഒരു 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 ദേശത്തെ പൗരന്മാർ കാണിക്കേണ്ട പൗരബോധം അല്ലെങ്കിൽ ദേശീയ ബോധം വളരെ കൃത്യമായി, ഉച്ചത്തിൽ, വളരെ പ്രകടമായി, യാതൊരു ശങ്കയുമില്ലാതെ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നതാണ് ബുദ്ധ പൗർണമിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണിക്കുന്നത്. വളരെ കൃത്യമാണ് ഉത്തരം. രാജ്യമുണ്ടെങ്കിലേ നമുക്കെല്ലാം ഉള്ളൂ. തീർച്ചയായിട്ടും സാർവദേശീയ ചിന്ത എന്നൊക്കെ നമ്മൾ പരമ്പരാഗതമായി പറഞ്ഞു വരാറുണ്ട്. സാർവദേശീയ പൗരത്വം എന്ന് നമ്മൾ പറയാറുണ്ട്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ, ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായിട്ട് കാണാൻ, എല്ലാ രാജ്യങ്ങളുടെയും സാഹോദര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് സുരക്ഷിതമായ നമ്മുടെ രാജ്യമാണ്. നമ്മുടെ ഏത് ചിന്തയും ഉണ്ടാകുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന അവകാശത്തിൽ നിന്നാണ്. സുരക്ഷിതമായി ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ ഈ രാജ്യം നമുക്ക് ഉറപ്പുവരുത്തുന്ന ക്രമസമാധാനമാണ് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സമാധാനക്കേട് നമ്മുടെ തന്നെ സമാധാനക്കേടാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന യുദ്ധകാലത്ത് യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യത്തിന് ബുദ്ധൻ പോലും നമുക്ക് രണ്ടാമതാണ്. യുദ്ധം തന്നെയാണ് യുദ്ധകാലത്ത് പ്രധാനം. കാരണം അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, അഥവാ നമുക്ക് വേണ്ടി തന്നെയുള്ളതാണ്. യുദ്ധമോ ബുദ്ധനോ എന്ന ചോദ്യത്തിന് ബുദ്ധൻ എന്നുത്തരം പറഞ്ഞുകൊണ്ടിരുന്ന നാം, ബുദ്ധൻ ശരണം ഗച്ഛാമി എന്ന് മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ നിർണായകമായൊരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലേർപ്പെട്ട കാലത്ത് ബുദ്ധനെ തൽക്കാലം വണങ്ങി മാറ്റി നിർത്തി യുദ്ധം തന്നെയാണ് ശരണം, ഇപ്പോൾ യുദ്ധം നടക്കട്ടെ, ഈ യുദ്ധത്തിൽ എൻ്റെ രാജ്യം വിജയിച്ചു വരട്ടെ, എന്നിട്ട് സമാധാനകാലത്ത് ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതീകമായ ബുദ്ധനെ വണങ്ങാൻ നമുക്കൊരു സമാധാനകാലം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ. നന്ദി, നമസ്കാരം.